ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഓണം ഈ ഹൗസിൽ. അതെ അതെ. അപ്പം ഞാൻ ഈ ഫ്ലവേഴ്സ് ഞാൻ കട്ട് ചെയ്യാണ്. മറ്റേ ഫ്ലവറൊക്കെ ലേ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആവും. ഓക്കെ. ഈ ഫ്ലവർ എവിടുന്ന വാങ്ങിച്ചേ? മോറിസ്. ഞങ്ങൾ ഇന്നലെ മോഡൽസ് എന്ന് വാങ്ങിച്ച ബൊക്കെയാണ് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മളിത് റോസൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട്, പിന്നെ ജമന്തി ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ ഫ്ലവേഴ്സ് ഉണ്ട്. അതിൻ്റെ പേര് നമുക്കറിയത്തില്ല അല്ലേ? പേര് നമുക്കറിയത്തില്ല. കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇന്ന് ശരിക്കും തിരുവോണമായിട്ടില്ല, ഇന്ന് ഉത്രാടാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതെന്താ മീനൂട്ടി പറഞ്ഞേ? മീനൂട്ടിയുടെ നക്ഷത്രമാണ് ഉത്രാടം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്ന് ആഘോഷിക്കാമെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് നൈറ്റ് ഉണ്ട്. അപ്പം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്നിട്ട് ഇവിടെയാണ് പൂവിടാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പം ഗൈസ്, ഇതാണ് നമ്മളെ ഗാർഡൻ. ഈ ഒരു സൈഡ് ഫ്ലവറും സ്പിനറ്റുമാണ്. ഈ സൈഡിൽ കുറേ സ്പിനറ്റ് ഉണ്ട്. നല്ല സ്പിനറ്റാണ്, നമ്മൾ ഗ്രോ ചെയ്തതാണ്. നല്ല ഫ്രഷ് സ്പിനറ്റ്. അത് കായ് വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇതുവരെ കറി വെച്ചില്ല അല്ലേ? ഇല്ല. ഇവിടെ നമ്മളെ ഗാർഡൻ കണ്ടോ? നമുക്കിവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറിക്കാൻ തോന്നുന്നില്ലല്ലേ മീനൂസേ? ഞങ്ങളത് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് പറിക്കാൻ തോന്നുന്നില്ല. നല്ല വെറ്റിയാണ്. ഇവിടെ ഒരു ഫ്ലവർ കണ്ടു, നല്ല ഭംഗിയിലെ കാണാൻ. ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് 2 കളർ ഉണ്ട്. എന്ത് ഭംഗിയൊക്കെ കാണാൻ നോക്കി. നമ്മൾ ആക്ച്വലി ഉണ്ടല്ലോ നട്ടതല്ലേ, അത് ഞങ്ങൾ കളയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പറിച്ച് കളയുന്ന സാധനം അത്. പക്ഷെ ഫ്ലവർ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതല്ലേ? ഇഷ്ടമായി ആ ഫ്ലവർ. അപ്പം നമുക്കുള്ള ഇതും കൊണ്ട് ഇടാം. ഇവിടെ നമുക്ക് പേർപ്പിളും വൈറ്റും ഒക്കെ ഉണ്ട്. കുറച്ച് സ്പിനച്ചും ഉണ്ട്. പിങ്കും ഉണ്ട്. പിങ്കി. അതെ അതെ. പർപ്പിളും ഉണ്ട്. പിങ്കി. ഇവിടെ റോസ് ഉണ്ട്. റോസിൻ്റെ ഒക്കെ പൂക്കൾ പോയി. സൺഫ്ലവർ അമ്മ കളഞ്ഞു. അതെ, അതറിയത്തില്ല. അപ്പം നമുക്ക് നമ്മളെ കയ്യിലുള്ളതും കൊണ്ട് പൂട്ടാൻ തുടങ്ങിയാലോ? അപ്പോൾ ഗൈസ്, നമ്മൾ പൂവൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കി. ഓണം ഇവിടെ പറയുന്നുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ സ്വന്തം വീട്ടിലെ ആദ്യത്തെ ഉത്രാടം. ഓണം. അടുത്ത പരിപാടി എന്താ? ഓണസദ്യ. ഞങ്ങൾ ഫ്രോസൺ ഓണസദ്യ വാങ്ങിച്ച് പ്രിൻസ് ഫുഡ്സിൻ്റെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതിനകത്ത് ചോറില്ല, അതുകൊണ്ട് ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി ഇതിനകത്ത് ഓരോന്നും ഇതാക്കണം, ചൂടാക്കണം. പേപ്പർ വാഴയിലുണ്ട് കേട്ടോ, 2 പേപ്പർ വാഴയിലുണ്ട്. പിന്നെ ബോളി, ട്രിവാൻഡ്രം സ്റ്റൈലാണെന്ന് തോന്നുന്നു, ബോളി വന്നിട്ടുണ്ട്. പപ്പടം ചൂടാക്കിയിട്ടില്ല, പപ്പടം ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെന്താ ഉള്ളത്? ഇതുണ്ട്, ശർക്കര ഉപ്പേരി, ചക്ക വറുത്തത്, കൊണ്ടാട്ടം, ബനാന ചിപ്സ്. പിന്നെ ബാക്കിനെ ഓരോന്ന് തുറന്നാലേ അറിയുള്ളൂ. കുറേ സാധനങ്ങൾ. ഞങ്ങളിനി എല്ലാം കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ ചൂടാക്കി. കുറേ വിഭവങ്ങളുണ്ട്, 10-18 തരം വിഭവങ്ങളും. പിന്നെ പായസം ഞാൻ എടുത്തിട്ടില്ല. പായസം ഏതൊക്കെ ഉണ്ടെന്ന് അറിയാം മീനുട്ടിയെ? സേമിയ പായസം ഉണ്ട്, അടപ്പായസം ഉണ്ട്, കടലപ്പായസം ഉണ്ട്. അത് ഞാൻ ചൂടാക്കിയത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാക്കാം. കുറേ ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടില്ല. മീനുട്ടി കഴിക്കുന്ന കണ്ടിട്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മീനുട്ടി കഴിക്കത്തില്ല. അതൊക്കെ നമ്മൾ അച്ഛന് വേണ്ടിയിട്ടും കുറച്ചൊക്കെ ചൂടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് സദ്യ? നല്ല സദ്യ. എൻ്റെ എല്ലാം നോക്ക്, കാലിയായി. മീനുട്ടി കുറച്ച് ബാക്കി വെച്ച് മീനുട്ടി ഫുള്ളായിപ്പോയി. പായസം ഞങ്ങൾ എടുത്തില്ല, പായസം കുറച്ച് കഴിഞ്ഞ് എടുക്കാം, പായസം കഴിക്കുന്ന സ്ഥലമില്ല. പിന്നെ അച്ഛനും കൂടെ വന്നിട്ട് അച്ഛൻ്റെ കൂടെ കഴിക്കുമ്പോൾ നോക്ക് പായസം എടുക്കാം. എൻ്റെ എല്ലാം നോക്ക്, ക്ലീൻ ആൻഡ് ക്ലീൻ. ഞാനിപ്പം കഴിക്കും. സൂപ്പർ, അടിപൊളി, നല്ല സദ്യ കേട്ടോ. പ്രിൻസ് എന്നിട്ട് നമുക്ക് അറിയാത്തൊരു കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ നല്ല 2 പേർക്കുള്ള സദ്യ വാങ്ങിച്ച്
ചോറ് ഞങ്ങൾ ഉണ്ടാക്കി. കറികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കൊറേ ഉണ്ട്. 3-4 പേർക്ക് കഴിക്കാനുള്ള കറികളുണ്ട്. ഉണ്ട്, കൊറേ ഉണ്ട് കറി. അപ്പൊ ഓക്കെ, ബൈ ബൈ. ബൈ.